നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വിഷുമായ സ്വാമി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പലരുടെയും വീടുകളിൽ അല്ലെങ്കിൽ കടകളിലൊക്കെ നമ്മൾ അലങ്കാരമായിട്ട് നമ്മൾ കാറ്റാടി മണികൾ തൂക്കാറുണ്ട് അല്ലേ? എന്നാൽ ഇത് ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല നമ്മൾ തൂക്കുന്നത്, നമ്മുടെ വാസ്തുശാസ്ത്രപരമായിട്ടാണ് നമ്മളൊക്കെ ഇതൊക്കെ തൂക്കുന്നത് അല്ലേ? ഒരു കാറ്റാടി മണി ശരിയായ ദിശയിലൊക്കെ തൂക്കുകയാണെങ്കിൽ വീട്ടിലേക്ക് സർവ്വ ഐശ്വര്യവും അതുപോലെ തന്നെ ധനലാഭവും അതുപോലെ പോസിറ്റീവ് ഊർജ്ജമൊക്കെ ഒഴുകിയെത്തുമെന്നാണ് പറയുന്നത്. എന്നാൽ ഇത് തെറ്റായ ദിശയിലാണ് നമ്മൾ തൂക്കുന്നതെങ്കിൽ അത് വലിയ സാമ്പത്തിക തളർച്ചയ്ക്കും അതുപോലെ തന്നെ വീട്ടിൽ വഴക്കുകൾ ഉണ്ടാകാനൊക്കെ കാരണമാകുന്നു എന്നാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് തന്നെ കാറ്റാടി മണി ഏത് ദിശയിൽ തൂക്കണം, ഏത് ദിശയിൽ തൂക്കിയാലാണ് സർവ്വ ഐശ്വര്യവും അതുപോലെ തന്നെ സൗഭാഗ്യങ്ങളൊക്കെ വരുന്നത്, ഏതൊക്കെ ദിശകൾ പൂർണ്ണമായും ഒഴിവാക്കണം, അതുപോലെ തന്നെ കാറ്റാടി മണികളുടെ എണ്ണത്തിന് പിന്നിലെ രഹസ്യം എന്താണ് എന്നിവയെക്കുറിച്ചുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും പൂർണ്ണമായി കാണുവാൻ ശ്രമിക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ താഴെ കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കാറ്റാടി മണികൾക്ക് ഇത്രയും പ്രാധാന്യം അല്ലേ? ഇതിൻ്റെ മനോഹരമായ ശബ്ദം വെറും ഒരു ശബ്ദം മാത്രമല്ല, അത് നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് ഊർജ്ജത്തേക്ക് ഇല്ലാതാക്കിയിട്ട് നമുക്ക് പോസിറ്റീവ് ഊർജ്ജത്തെയായിരിക്കും നമ്മൾക്ക് വീട്ടിലേക്ക് വരുത്തുക എന്നതാണ്. ശബ്ദതരംഗങ്ങൾ വഴി വീടിൻ്റെ അന്തരീക്ഷം ശുദ്ധീകരിക്കപ്പെടുകയും നമ്മുടെ വീടിൻ്റെ വാസ്തുദോഷങ്ങളൊക്കെ ഉള്ള വീടുകളിൽ നിന്ന് ആ ദോഷത്തിൻ്റെ തീവ്രത കുറയ്ക്കാനൊക്കെ ഏറ്റവും എളുപ്പമുള്ള പരിഹാര മാർഗമാണ് കാറ്റാടി മണികൾ നമ്മുടെ വീട്ടിൽ തൂക്കുന്നത്. അതുപോലെ തന്നെ കടബാധ്യതകൾ മാറാനും കുടുംബത്തിൽ സന്തോഷം നിലനിർത്താനൊക്കെ ഇത് തൂക്കുന്നതുകൊണ്ട് സഹായിക്കുന്നതായിരിക്കും. നമുക്ക് കടയിൽ പോയിട്ട് കണ്ണിൽ കണ്ട ഏതെങ്കിലും ഒരു കാറ്റാടി മണി വാങ്ങി തൂക്കിയാൽ ഐശ്വര്യം വരണമെന്നില്ല കേട്ടോ. അവയിൽ ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ വളരെയധികം പ്രാധാന്യമുണ്ട്. പ്രധാനമായും 3 തരം മണികളാണ് ഉള്ളത്. മെറ്റൽ അല്ലെങ്കിൽ ലോഹം കൊണ്ടുള്ള കാറ്റാടി മണികൾ നമ്മുടെ വീടുകളിൽ വടക്ക് പടിഞ്ഞാറ് ദിശയിൽ തൂക്കുന്നതാണ് ഏറ്റവും ഉത്തമമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മരം അല്ലെങ്കിൽ മുള കൊണ്ടിട്ടുള്ള കാറ്റാടി മണികൾ നമ്മുടെ തെക്ക് കിഴക്ക് ഭാഗത്ത് തൂക്കിയാൽ വളരെയധികം നല്ലതായിരിക്കും. അതുപോലെ സെറാമിക് അല്ലെങ്കിൽ മണ്ണ് കൊണ്ടുള്ള കാറ്റാടി മണികളാണെങ്കിൽ നിങ്ങൾ തൂക്കുന്നതെങ്കിൽ അത് നിങ്ങളുടെ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ദിശയിൽ തൂക്കുന്നത് ഭാഗ്യം കൊണ്ടുവരുന്നതായി പറയുന്നു. നിങ്ങൾ വാങ്ങുന്ന മണി ഏത് ദിശയിലാണ് തൂക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കി വേണം ഇതൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് വരാം അല്ലേ? കാറ്റാടി മണി ഏത് ദിശയിൽ തൂക്കിയാലാണ് സർവ്വഭാഗ്യങ്ങളും അതുപോലെ സൗഭാഗ്യങ്ങളൊക്കെ വരുന്നതെന്ന് നമുക്ക് നോക്കാം അല്ലേ? പടിഞ്ഞാറ് ദിശ. നിങ്ങളുടെ കുട്ടികളുടെ പഠനത്തിൽ പുരോഗതി ഉണ്ടാകാനും വീട്ടിൽ സന്തോഷം വരാനും ഒരു മെറ്റൽ കാറ്റാടി മണി പടിഞ്ഞാറ് ഭാഗത്ത് തൂക്കുന്നത് വളരെയധികം ഉത്തമമായി കാണുന്നു. അതുപോലെ തന്നെ വടക്ക് പടിഞ്ഞാറ് ദിശയിൽ നിങ്ങളുടെ വീടിൻ്റെ പ്രധാന വ്യക്തിക്ക് അല്ലെങ്കിൽ ബിസിനസ്സിൽ വലിയ ആളുകളുടെ സഹായം ലഭിക്കാനും ഭാഗ്യം വരാനും 6 പൈപ്പുകളുള്ള കാറ്റാടി മണി ഈ ദിശയിൽ തൂക്കുന്നത്, വടക്ക് പടിഞ്ഞാറിൽ തൂക്കുന്നത് വളരെ അതിവിശിഷ്ടമാണെന്നാണ് പറയുന്നത്. വടക്ക് ദിശ. ജോലിയിൽ പ്രൊമോഷൻ ലഭിക്കാനും ബിസിനസ്സിൽ വളരെയധികം ഉയർച്ച ഉണ്ടാകാനും കരിയറിൽ വിജയം ഉണ്ടാകാനും ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് വടക്ക് ദിശയിൽ കാറ്റാടി മണി തൂക്കുന്നത് നിങ്ങളുടെ സാമ്പത്തിക ഭദ്രതയൊക്കെ വർദ്ധിപ്പിക്കുന്നതായിരിക്കും. തെക്ക് കിഴക്ക് ദിശ. ഈ ദിശ നമ്മൾക്ക് ധനത്തിൻ്റെ ദിശ എന്നാണല്ലേ പറയാറ്. ഇവിടെ ഒരു മുള കൊണ്ടുണ്ടാക്കിയ കാറ്റാടി മണി തൂക്കിയാൽ വീട്ടിലേക്ക് സമ്പത്ത് ആകർഷിക്കപ്പെടും എന്നാണ് വിശ്വാസം. അപ്പോൾ നമ്മൾ ഇത് വാങ്ങിക്കുമ്പോൾ എത്ര പൈപ്പുകളുണ്ട് അഥവാ കമ്പികളുണ്ട് എന്ന് എണ്ണി നോക്കണം.
5 പൈപ്പുകൾ. വീട്ടിലെ വാസ്തുദോഷം മാറാനും വീട്ടിലെ നെഗറ്റീവ് ഊർജ്ജത്തെ തുരത്താനും ഏറ്റവും നല്ലത് 5 പൈപ്പുകളുള്ള കാറ്റാടിമണികൾ വാങ്ങിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ 6 അല്ലെങ്കിൽ 8 പൈപ്പുകൾ. വീട്ടിലേക്ക് സമ്പത്തും ഐശ്വര്യവും ബിസിനസ്സിൽ വിജയം കൊണ്ടുവരാൻ 6 അല്ലെങ്കിൽ 8 പൈപ്പുകൾ ഉള്ളത് വാങ്ങിക്കുന്നത് വളരെ ഉത്തമമായി കാണുന്നു. വഴക്കുകളൊക്കെ ഒഴിവാക്കാനാണെങ്കിൽ 7 പൈപ്പുകൾ ഉള്ളത് ഉപയോഗിക്കാം. ഓർക്കുക, ഒരിക്കലും പൊട്ടിയതോ വിള്ളൽ വീണതോ ആയ മണികൾ വീട്ടിൽ വെക്കുന്നത് വളരെയധികം ദോഷമാണ് ഉണ്ടാക്കുന്നത്. ഐശ്വര്യം വരാൻ വെക്കുന്നതാണെങ്കിലും ചില തെറ്റായ കാര്യങ്ങൾ ചെയ്താൽ അത് ദോഷമായിരിക്കും നമുക്ക് വരുത്തുക. ആരും നടക്കാത്തത് അല്ലെങ്കിൽ കാറ്റടിക്കാത്ത അടഞ്ഞ മുറിയിലൊന്നും ഇത് തൂക്കുന്നത് നല്ലതല്ല. കാറ്റേറ്റ് ഇതിൻ്റെ ശബ്ദം എപ്പോഴും വീട്ടിൽ കേൾക്കണമെന്നാണ് പറയുന്നത്. നിങ്ങൾ ഇരിക്കുന്ന കസേരയ്ക്ക് മുകളിലോ കിടക്കുന്ന കട്ടിലിന് നേരെ മുകളിലോ ആയി ഇത് തൂക്കരുത്. അത് നിങ്ങൾക്ക് മാനസിക സമ്മർദ്ദങ്ങൾ കൂട്ടുന്നതായിരിക്കും. പ്രധാന വാതിലിന് നേരെ മുന്നിൽ തല തട്ടുന്ന രീതിയിൽ ഇത് തൂക്കരുത്. വാതിലിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ജനലിൻ്റെ അടുത്തൊക്കെ തൂക്കുന്നതാണ് വളരെയധികം നല്ലത്. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങളുടെ വീട്ടിലെ കാറ്റാടിമണി ഏത് ദിശയിലാണ് വെച്ചിരിക്കുന്നത്, അതിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സൗഭാഗ്യങ്ങൾ കൊണ്ടുവരാം എന്ന് മനസ്സിലായി കാണും അല്ലേ? അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും കുടുംബാംഗങ്ങൾക്കുമൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യുക. കൂടുതൽ ഇതുപോലെയുള്ള വാസ്തുപരമായ കാര്യങ്ങൾക്കായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.